ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ KPCCയുടെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഇല്ല എന്നാണ്. അതായത് അങ്ങനെ എന്തെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ അന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില കത്തുകൾ, അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പരാതി പുറത്തു വന്നതാണ്. അതും ഈ ഇപ്പോൾ KPCC തയ്യാറാക്കിയ റിപ്പോർട്ടും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ. നിങ്ങൾ റിപ്പോർട്ട് കണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നു എന്നാണ് പറഞ്ഞത്. വാർത്ത അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലേ? അങ്ങനത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആരുടെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ, അതിനെ സംബന്ധിച്ചൊരു കേസുണ്ട്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നടക്കുന്നിടം വരെ വെദർ ദേ ആർ ഇൻവോൾവ് ഓർ നോട്ട് വി കനോട്ട് സ്റ്റേറ്റ്. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ആ കാര്യം നമ്മൾ പിന്നീട് പോലീസ് അന്വേഷണം പൂർത്തീകരിക്കട്ടെ. കോടതി ആർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ആ സമിതിയെ സംബന്ധിച്ച് അവരിപ്പോ കുറ്റക്കാരാണെന്ന് വിധിക്കാനോ അവർ കുറ്റക്കാരല്ലെന്ന് വിധിക്കാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഇപ്പോൾ തന്നെ വ്യക്തമാണല്ലോ, ഞങ്ങൾ നൽകിയ വാർത്തയും അങ്ങ് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കുറ്റക്കാരാണെന്നോ അല്ലെന്നോ പറയുന്നില്ല എന്ന് അങ്ങ് പറയുമ്പോൾ പാർട്ടിക്ക് പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അദ്ദേഹത്തിന്റെ മകനുമാണ് മരിച്ചത്. അപ്പോൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് വിശദീകരിക്കാൻ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ടല്ലോ. സ്വാഭാവികമായും എന്താണ് പാർട്ടിയുടെ ഭാഗത്ത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന് വിശദീകരിക്കുന്നതല്ലേ ഉചിതം? TP ചന്ദ്രശേഖരൻ കേസിന് മാർക്സിസ്റ്റ് പാർട്ടി വെച്ച അന്വേഷണ കമ്മീഷനെ പോലത്തെ അന്വേഷണ കമ്മീഷൻ അല്ലത്. ആ കമ്മീഷന്റെ പേരറിയോ? ആരാന്നറിയോ? ഇത് തിരുവഞ്ചൂർ രാജേഷിന്റെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനും രാഷ്ട്രീയ സൗകര്യങ്ങളും സണ്ണി ജോസഫും KPCC സെക്രട്ടറി K ജയന്ത് ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയെ വെച്ച് ഞങ്ങൾ ആ കമ്മിറ്റിയുടെ ഇന്റർവ്യൂ റിപ്പോർട്ടാണ്. ആ ഇന്റർവ്യൂ റിപ്പോർട്ടിന് ഞങ്ങളുടെ ഒന്നാമത്തെ ശുപാർശ അത് ഞങ്ങള് പുറത്തേക്ക് പറയേണ്ടതില്ല. അത് KPCC പ്രസിഡന്റിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ് മെയിൻ. രണ്ടാമത്തെ കാര്യം, ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരെങ്കിലും രക്ഷിക്കാനോ ആരെങ്കിലും ശിക്ഷിക്കാനോ അല്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്റെ കറക്റ്റായ വിമർശനം ചോദിക്കും. അല്ല എന്തെങ്കിലും കേട്ടിട്ടല്ല നമുക്ക് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തെ ഒരു ഉത്തരവാദിത്തമുള്ള മാധ്യമം പ്രതികരിക്കേണ്ടത്. അത് പറയാൻ വേണ്ടി എനിക്ക് ചർച്ചയെ കൂടിയത് തന്നെ. ശ്രീ സണ്ണി ജോസഫ്, അങ്ങ് വളരെ മുതിർന്ന നേതാവാണ്. അങ്ങനെയുള്ള ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞു കുടുംബത്തെ സംരക്ഷിക്കണം, അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഞങ്ങൾ ഇപ്പോൾ നൽകിയ വാർത്തയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. നിയമപരമായും അല്ലാതെയും കുടുംബത്തെ സംരക്ഷിക്കണം പാർട്ടി എന്നത് ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നത്. അതേസമയം തന്നെ നേതാക്കളുടെ പങ്കിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നതും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങ് തന്നെ പറയുന്നുണ്ട്. ആരെയും ശിക്ഷിക്കാനോ അവർ തെറ്റുകാരാണെന്ന് വിധിക്കാനോ ഒന്നും ഈ റിപ്പോർട്ടിലൂടെ ഉദ്ദേശിക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ എന്നതാണ് നിലപാട്. എങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ട ഒരു ആരോപണം, 2 മരണം സംഭവിച്ച സാഹചര്യത്തിൽ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് പാർട്ടിയല്ലേ? നിയമപരമായ കാര്യങ്ങൾ മറ്റൊരു ഭാഗമല്ലേ? അതെ, അതിനെ സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ പോലീസ് അന്വേഷണം പൂർത്തീകരിക്കാൻ അവരുടെ കയ്യിലല്ലേ തെളിവുകളൊക്കെ ഉള്ളത്. ആ അന്വേഷണത്തിന് ഞങ്ങൾ വിലങ്ങുകെട്ടിയാകുന്നില്ല. IC ബാലകൃഷ്ണൻ തന്നെ MLA തന്നെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിന്റെ മധ്യേ ഞങ്ങള് ചിലപ്പോൾ ചില കേസുകളുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാറുണ്ട് ആ പ്രതികൾ കുറ്റക്കാരല്ല. എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകളെ അംഗീകരിക്കുന്ന പൗരന്മാരെന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കട്ടെ. ശരി, നന്ദി. ശ്രീ സണ്ണി ജോസഫ്, KPCC സമിതിയുടെ ഭാഗമായ സണ്ണി ജോസഫാണ് പ്രതികരിച്ചത്. റിപ്പോർട്ട് നൽകി എന്ന നമ്മുടെ വാർത്ത, മാതൃഭൂമി ന്യൂസിന്റെ വാർത്ത അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്.